നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് കീഴിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ 11ാം ക്ലാസ്സിലെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ടും നേരിട്ടും അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പൊ ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് IHRD എന്ന സ്ഥാപനത്തിന് കീഴിലാണ് 15 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളാണുള്ളത്. അവിടെ ഒക്കെയാണ് ഈ പ്രവേശനം എന്ന കാര്യം മനസ്സിലാക്കുക. അതിലേക്ക് നമുക്ക് അതിന്റെ സ്കൂളുകളുടെ പേര് നോക്കാം. ഒന്നാമത്തെ തിരുവനന്തപുരം ജില്ലയിലെ മുട്ടടയിലാണ് ഒരു സ്കൂൾ. അവിടെ ഫിസിക്കൽ സയൻസ് 100 സീറ്റും ഇന്റഗ്രേറ്റഡ് സയൻസിൽ 50 സീറ്റും ഉണ്ട്. രണ്ടാമത്തേത് മല്ലപ്പള്ളി, പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ ഫിസിക്കൽ സയൻസിൽ 75 സീറ്റും ഇന്റഗ്രേറ്റഡ് സയൻസിൽ 45 സീറ്റുമാണുള്ളത്. അതേപോലെ പത്തനംതിട്ട ജില്ലയിലെ തന്നെ അടൂരിലെ ഇന്റഗ്രേറ്റഡ് ഫിസിക്കൽ സയൻസിൽ 100 സീറ്റുകളും ഇന്റഗ്രേറ്റഡ് സയൻസിൽ 50 സീറ്റുകളാണുള്ളത്. അടുത്തത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലെ 2 ബ്രാഞ്ചിലും 50 സീറ്റുകൾ വീതമാണുള്ളത്. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലാണെങ്കിൽ ഫിസിക്കൽ സയൻസ് 140 സീറ്റുകളും ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ 90 സീറ്റുകളാണുള്ളത്. അടുത്തത് ഇടുക്കി ജില്ലയിലെ പീരുമേട്, അവിടെയും ഫിസിക്കൽ സയൻസ് 100 സീറ്റും ഇന്റഗ്രേറ്റഡ് സയൻസ് 50 സീറ്റുകളാണുള്ളത്. തൊടുപുഴയുള്ള മുട്ടത്ത് 140 സീറ്റുകൾ ഫിസിക്കൽ സയൻസിലുണ്ട്, 40 സീറ്റുകളാണ് ഇന്റഗ്രേറ്റഡ് സയൻസിലുള്ളത്. അടുത്ത സ്കൂൾ കലൂർ, എറണാകുളം ജില്ലയിലെ കലൂരിലെ 150 സീറ്റുകൾ ഫിസിക്കൽ സയൻസിലും ഇന്റഗ്രേറ്റഡ് സയൻസിൽ 100 സീറ്റുകളാണുള്ളത്. അടുത്ത സ്കൂള് എറണാകുളം ജില്ലയിലെ തന്നെ കപ്രാശ്ശേരി, അവിടെ 100 സീറ്റുകൾ ഫിസിക്കൽ സയൻസിലും ഇന്റഗ്രേറ്റഡ് സയൻസിൽ 50 സീറ്റുകളാണുള്ളത്. 10ാമത് സ്ഥാപനം ആലുവ, എറണാകുളം ജില്ലയിലെ ആലുവയിലെ അവിടെ ഫിസിക്കൽ സയൻസ് മാത്രമേ ഉള്ളൂ, 100 സീറ്റുകളാണുള്ളത്. അടുത്തത് വരേടിയം, അത് അവനൂർ തൃശ്ശൂർ ജില്ലയിലാണ്. അവിടെ 50 സീറ്റുകൾ, 2 ബ്രാഞ്ചിൽ 50 സീറ്റുകൾ വീതമാണുള്ളത്. കോഴിക്കോട് ജില്ലയിലെ തിരുത്തിയാടിലെ 100 സീറ്റുകൾ വീതം 2 ബ്രാഞ്ചിൽ ഫിസിക്കൽ സയൻസിലും ഇന്റഗ്രേറ്റഡ് സയൻസിലും ഉണ്ട്. അതേപോലെ മലപ്പുറം ജില്ലയിലെ വട്ടംകുളത്ത് 2 ബ്രാഞ്ചുകളും 90 സീറ്റുകൾ വീതമാണുള്ളത്. പിന്നീട് 14ാമത്തെ വാഴക്കാട്, മലപ്പുറം ജില്ലയിലെ വാഴക്കാടിലാണെങ്കിലും ഇന്റഗ്രേറ്റഡ് സയൻസിലും ഫിസിക്കൽ സയൻസിലും 50 സീറ്റുകൾ വീതമാണുള്ളത്. 15ാമത്തെ സ്കൂള് അത് പെരിന്തൽമണ്ണയിലുള്ള മലപ്പുറം ജില്ലയിലെ തന്നെയാണ്. 100 സീറ്റുകൾ ഫിസിക്കൽ സയൻസിലും 50 സീറ്റുകൾ ഇന്റഗ്രേറ്റഡ് സയൻസിലാണ്. അങ്ങനെയാകെ ഇത്രയും സീറ്റുകളാണുള്ളത്. അപ്പൊ ഈ ഗ്രൂപ്പിലുള്ള സബ്ജക്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ സയൻസ് സ്ട്രീമിൽ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ്, പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT, അത് തിയറിയും പ്രാക്ടിക്കലും ഉണ്ട്. പാർട്ട് 3 ഫിസിക്സ് തിയറിയും പ്രാക്ടിക്കലും, കെമിസ്ട്രി തിയറി ആൻഡ് പ്രാക്ടിക്കൽ, മാത്തമാറ്റിക്സ് തിയറി ആൻഡ് പ്രാക്ടിക്കൽ, ഇലക്ട്രോണിക് സിസ്റ്റംസ് തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് ബ്രാഞ്ചുകളിൽ നിന്ന് വിഭിന്നമായി ഇലക്ട്രോണിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് അവിടെ ഉണ്ട്. മറ്റ് കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളല്ല ഉള്ളതെന്ന് കാര്യം മനസ്സിലാക്കുക. അതുപോലെ ഇന്റഗ്രേറ്റഡ് സയൻസ് സ്ട്രീമിലാണെങ്കിൽ പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 കമ്പ്യൂട്ടർ സയൻസ്, അത് IT തിയറിയും പ്രാക്ടിക്കലും ഉണ്ട്. പാർട്ട് 3 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സും ഉണ്ട്. അതുപോലെ ബയോളജിയാണുള്ളത് ഇന്റഗ്രേറ്റഡ് സയൻസ് ഗ്രൂപ്പിലുള്ളത്. ഇപ്പൊ 12ാം ക്ലാസ് ഈ 2 ബ്രാഞ്ചും പാസ്സാവുന്നവർക്ക് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിനുവേണ്ടി അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് അതേപോലെയൊക്കെ പഠിച്ചവർക്ക് ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പിൽ പഠിക്കാൻ പറ്റും. ബയോളജി, മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചവർക്ക് ഇന്റഗ്രേറ്റഡ് സയൻസ് ഗ്രൂപ്പിലും പഠിക്കാൻ പറ്റും. മാക്സിമം ഏജ് പറഞ്ഞിട്ടുള്ളത് 20 വയസ്സാണ്. 1/6/2025 അടിസ്ഥാനമാക്കിയാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. SC/ST-ക്കാണെങ്കിൽ 22 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഓരോ സ്കൂളിലെ ഇൻടേക്ക് ചെയ്യാൻ പറഞ്ഞു, എത്ര സീറ്റുകളാണുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ IHRDയുടെ ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അവർക്ക് അവരുടെ സീറ്റ് അവൈലബിലിറ്റി നേരിട്ട് അവർക്ക് 11ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകുന്നതിന് പ്രിൻസിപ്പൽ അവർ പ്രത്യേകം അപേക്ഷ നൽകുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നമുക്ക് നോക്കാം. IHRD വെബ്സൈറ്റ് ആയ www.IHRD.ac.in എന്ന സൈറ്റിലെ ഡീറ്റെയിൽസും പ്രോസ്പെക്ടസും ഒക്കെ ലഭ്യമാണ്. അപ്പോൾ ഈ സൈറ്റ് വഴി നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ IHRDയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓൺലൈൻ പോർട്ടലായ അഡ്മിഷൻ പോർട്ടലായ thehss.IHRD.ac.in സൈറ്റ് വഴി മെയ് 12 മുതൽ മെയ് 27 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയുന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിന് ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 110 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST-ക്കാരാണെങ്കിൽ 55 രൂപ കൊടുത്താൽ മതിയാവും. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ നമുക്ക് നേരിട്ട് അതാത് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നേരിട്ട് അടയ്ക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പളുടെ പേരിൽ എടുത്തിരിക്കുന്ന DD എടുത്ത് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും എന്ന കാര്യം മനസ്സിലാക്കും. അവിടുത്തെ സ്കൂളുകളിലെ ക്യാഷ് കൗണ്ടർ നേരിട്ടും അടയ്ക്കാൻ പറ്റും. ഓഫ്ലൈനായിട്ട് നേരിട്ട് അപ്ലൈ ചെയ്യുന്നവർക്കും www.IHRD.ac.in എന്ന സൈറ്റിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്തതിനു ശേഷം അത് നിങ്ങൾ കവറിലിട്ട് സൂപ്പർസ്ക്രൈബ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു സ്റ്റാൻഡേർഡ് 11 ഡ്യൂറിംഗ് 25-26 THS ഏത് സ്കൂളാണോ സ്കൂളിന്റെ പേര് എഴുതിയിട്ട് നമ്മൾ മെയ് 29 മുമ്പ് അതാത് സ്കൂളിൽ നേരിട്ട് സമർപ്പിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചിരിക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക.
അതിലേക്ക് ഇനി അപേക്ഷ ഇതിന്റെ ഫീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ വർഷം രണ്ട് വർഷം ഫസ്റ്റ് ഇയറിലെ 14,990 രൂപയായിരിക്കും അപേക്ഷാ ഫീസ്. രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നൽകണം. ആദ്യ ഇൻസ്റ്റാൾമെന്റ് 7,640 രൂപ, രണ്ടായിരത്തി ഇൻസ്റ്റാൾമെന്റ് 7,350 രൂപയും നൽകണം. രണ്ടാമത്തെ വർഷം 14,170 രൂപയായിരിക്കും ഫീസ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. യൂണിഫോം ഉണ്ട് എന്ന കാര്യം കൂടി, നിർബന്ധമായും യൂണിഫോം ധരിക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസിലൊക്കെ ലഭിക്കും നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം. എന്നുള്ള വെബ്സൈറ്റ് ഞാൻ പറയാം, www.ihr.ac.in സൈറ്റ് വഴി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ ലഭ്യമാണ്. പ്രോസ്പെക്ടസ് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. അപ്ലൈ ചെയ്യാനുള്ള പോർട്ടൽ thss.ihr.ac.in എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.